നമ്മളിപ്പോൾ 18 മുതൽ 25 തീയതി വരെ വീർ ബാൽ ദിവസ് ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അംഗൻവാടി തലങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഈ നടത്തിയ വിവരങ്ങൾ അത്രയും തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് അത് നമ്മൾ ഫോണിൽ സൂക്ഷിക്കുകയും അത് നമ്മൾ ജൻ ആന്തോളൻ എന്ന് പറയുന്ന ഒരു ഡാഷ്ബോർഡ് എൻട്രി ഉണ്ട്. ആ ജൻ ആന്തോളൻ ഡാഷ്ബോർഡ് എൻട്രിയിലേക്ക് നമ്മൾ എല്ലാ വിവരണങ്ങളും നൽകി കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റികൾ തീം സെലക്ട് ചെയ്ത് ആ ഫോട്ടോ നമ്മൾ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 18 മുതൽ ഓരോ ദിവസങ്ങളിലും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തുടരെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെ ഈ ഡാഷ്ബോർഡിനകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ടോ, നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അതിലോട്ട് അപ്ലോഡ് ആവുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ടീച്ചേഴ്സിന് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ബാൽവീർ ദിവസ് എന്ന് പറയുന്ന ഈ പരിപാടി രാജ്യമൊട്ടാകെ നടക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാ അംഗൻവാടികളിലും, അതായത് രാജ്യത്തുള്ള എല്ലാ അംഗൻവാടികളിലും ഈ പരിപാടികൾ 25 തീയതി വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെയും ഓരോ ജില്ലകളിലെയും ആ ജില്ലയിലെ പ്രൊജക്റ്റുകളിലെയും പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ്, ആക്ടിവിറ്റി കൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ടീച്ചേഴ്സിന് തന്നെ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ പ്രൊജക്റ്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ജില്ലകൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഡാറ്റ എൻട്രി ആണല്ലോ സാധാരണ ക്ലിക്ക് ചെയ്യുക. ഈ ഡാറ്റ എൻട്രി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നുണ്ട്. നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നമ്മളിത് പ്രകാരം ഫോം ഓപ്പണായി വരും. ഇതിന് നേരെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വ്യൂ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഡാറ്റ എന്ന ഭാഗം കാണാം. അതിൽ നിങ്ങൾ സെലക്ട് ലെവൽ ക്ലിക്ക് ചെയ്യുക. AWC ലെവൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് AWC എന്ന് കാണും. അത് നിങ്ങളുടെ അംഗൻവാടി സെലക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തീയതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത്രയും തന്നെ ഇതിനകത്തേക്ക് കയറി വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഓരോ സെൻറ്ററിൻ്റെയും വിവരങ്ങൾ നമുക്ക് ഇത് പ്രകാരം നമുക്ക് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ഇത് പ്രകാരം കാണാൻ സാധിക്കും. ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് സ്റ്റേറ്റ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ഡിസ്ട്രിക്റ്റ്, നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റ് ആണോ കാണേണ്ടത്, മിനിസ്ട്രി നമുക്ക് MOWCD ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ടോട്ടൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 810 എന്നുള്ളത്. ഗുജറാത്തിലെ കേസാണത്. സ്റ്റേറ്റ് വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. കേരള സെലക്ട് ചെയ്തു. തീം നമ്മൾ വീർ ബാൽ ദിവസമാണ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 14,000 ആക്ടിവിറ്റി ഇപ്പോൾ നിലവിൽ കാണിക്കുന്നുണ്ട്. 14,346 എക്സാക്റ്റ് നമ്പറാണത്. ഇത്തരത്തിൽ നമുക്ക് പല സ്റ്റേറ്റുകളെയും നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ ഓരോ ജില്ലകൾ തിരിച്ച് നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റികൾ നമുക്ക് കാണാൻ കഴിയും. ഇത് പ്രകാരം നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ തന്നെ എടുത്ത് നോക്കുക. കേരളം ക്ലിക്ക് ചെയ്തു. സെലക്ട് ഡിസ്ട്രിക്ട് നമുക്ക് നോക്കാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ 661 ആക്ടിവിറ്റി നമുക്ക് തിരുവനന്തപുരമാണ് ഇപ്പോൾ നമ്മളത് കണ്ടത്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലെയും ആക്ടിവിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും.